ആദില നൂറ ഇഷ്യൂ ആദില നൂറ ഇഷ്യൂവിനെ കുറിച്ച് പറയാനുള്ളത് എന്തായിരുന്നു ഇഷ്യൂ? ഞാൻ മറന്നുപോയല്ലോ. അതായത് ഫൈസൽ മലബാർ ബിഗ് ബോസിലെ എല്ലാ കണ്ടസ്റ്റൻസിനെയും ബിഗ് ബോസ് അല്ല, ഞാൻ പറയട്ടെ, ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസിനെ ഇൻവൈറ്റ് ചെയ്തു പരിപാടിക്ക്. അപ്പൊ അതിൽ ആദില നൂറയുള്ള കാര്യം പുള്ളി ഓർത്തില്ല, പുള്ളിയുടെ അറിവോടെ അല്ല അവരവിടെ വന്നതെന്നാ പറയുന്നത്. അപ്പം പെട്ടെന്ന് പുള്ളി ചിലപ്പം ഈ ആദില നൂറിനെ കണ്ടപ്പോൾ പുള്ളി പെട്ടെന്ന് ഞെട്ടിയിട്ടുണ്ടാവും. പക്ഷെ സ്റ്റിൽ ഡിസ്റെസ്പെക്ട് ചെയ്യാണ്ട് കൈ കൊടുത്ത്, ഞാൻ ആ വീഡിയോ കണ്ട്, കൈ കൊടുത്ത് ചിരിച്ചുകൊണ്ട് അവരെ സ്വീകരിച്ചു. മനസ്സിലാവും, അവരുമായിട്ട് ഇയാൾക്ക് വിയോജിപ്പുണ്ടെങ്കിൽ പോലും ഇയാൾ കൈ കൊടുത്ത് ചിരിച്ചുകൊണ്ട് സ്വീകരിച്ചു വിട്ടു. ഓക്കെ, പിന്നെ ഇയാൾക്ക് കുറെ നെഗറ്റീവ് കമന്റുകളും ഇതും വന്നിട്ടുണ്ടായി. ഈ ആദില നൂറ ഫാൻസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാരുണ്ട്. മനസ്സിലാവും, അല്ല നമ്മൾ ആരെയും കുറ്റം പറയുന്നില്ല. ഞാൻ പറയുന്നത് വെച്ചാൽ അവര് ഹേറ്റേഴ്സ് ഉണ്ട്, ഫാൻസ് ഉണ്ട്. മനസ്സിലായി, ഈ ഹേറ്റേഴ്സ് ചിലപ്പോൾ പോയിട്ട് പുള്ളിനോട് ഇതാക്കിയിട്ടുണ്ടാവും. അപ്പൊ പുള്ളി അങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട്, ഞാൻ പറയുന്ന വെച്ചാൽ ഇതിലെങ്ങനെ വിളിച്ചു വരുത്തി അപമാനിച്ചു എന്ന് കുറെ ആൾക്കാർ പറയുന്നുണ്ട്. ഫൈസൽക്ക് എന്താന്ന് അതിൽ അപമാനിച്ചു എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു ഗസ്റ്റിനെ അയാൾ ചിന്തിക്കാത്തൊരു ഗസ്റ്റും കയറി വന്നിട്ട് മുന്നിൽ കയറി വന്നിട്ട് ചിരിച്ചുകൊണ്ട് കൈയെടുത്ത് സ്വീകരിച്ചു. മനസ്സിലായി, അവിടെ മൊത്തം അവരെ ചുറ്റി കാണിച്ചു, അവരെ നന്നായിട്ട് ട്രീറ്റ് ചെയ്തിട്ടാണ് പുള്ളി തിരിച്ചു വിട്ടത്. അല്ല, അത് എങ്ങനെ ഡിസ്റെസ്പെക്റ്റ് ആവും? പിന്നെ അതിന് ശേഷം ഇട്ട പോസ്റ്റ് അത് സമൂഹത്തിനോട് അത് ക്ലിയർ ചെയ്യാൻ പറ്റും. അതായത് ഞാൻ ഇതിന് അത് മനസ്സിലായി, നമ്മളൊരു സ്റ്റാൻഡ് ക്ലിയർ ചെയ്യണം. നമ്മൾ LGBTQ കൂടെ നിൽക്കുന്നുണ്ടോ നിൽക്കുന്നില്ല, ഈ രണ്ട് സ്റ്റാൻഡുള്ളൂ. ഇതിൽ ഒരു സ്റ്റാൻഡ് നിൽക്കണം, അത് നിർബന്ധമുള്ള കാര്യമാണ്. മനസ്സിലായി, ഇതെന്ന് വെച്ചാൽ ഒരു ടീമിനെ നമ്മൾ ഹേറ്റ് ചെയ്യുന്നുണ്ടോ അല്ല. ഇപ്പോൾ ഇതിനകത്ത് തൊപ്പി പറയുന്ന ഒരു കാര്യമാണ്, ഇദ്ദേഹം അറിയാതായിരിക്കും വിളിച്ചതെന്നുള്ളൊരു കാര്യം. അങ്ങനെ ഒരിക്കലും ആയിരിക്കില്ല. തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ ആരൊക്കെയാണ് വരുന്നതെന്നല്ല ഇദ്ദേഹത്തിന് അറിയായിരിക്കും. അതിന് ശേഷം ഉണ്ടെങ്കിൽ ഇതേ കണക്കുണ്ടെങ്കിൽ ഒരുപാട് പേര് ഏറ്റവും അല്ലെങ്കിൽ ഒരുപാട് പേര് ഇതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ ഉടനെ ഉണ്ടെങ്കിൽ വിഷയം മാറ്റി പറഞ്ഞ് ഇതേ കണക്ക് താൻ അറിയാതെ വന്നതെന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ എന്തു ആയിക്കോട്ടെ, ഇപ്പോൾ ആൾക്കാർ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. നമുക്കൊന്നൊരു ഐഡൻറ്റിറ്റി ഉണ്ട്. തീർച്ചയായിട്ടും നമ്മളൊരു കാര്യം പറഞ്ഞാലോ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്താലോ അതിൽ തന്നെ ഉറച്ചു നിൽക്കേണ്ടതാണ്. അതല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ ഉടനെ മാറ്റി കളം ചവിട്ടുക, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. എന്തായിരുന്നാലും ശരി, അവരെ വിളിച്ച് നാണം കെടുത്തുന്നുള്ള രീതി തന്നെയാണ് അത്. അതിലൊരു മാറ്റവും ഇല്ല. എന്തായാലും ശരി, ഇപ്പോൾ അവരെ വിളിക്കാതിരുന്നിരുന്നെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ അവരെ വിളിച്ചിരുത്തി വന്നതിന് ശേഷം ഉണ്ടെങ്കിൽ ആദ്യമേ സംസാരിച്ച് കുഴപ്പമൊന്നുമില്ല. അതിന് ശേഷം ഇതേ കണക്കത്തുള്ളൊരു പോസ്റ്റ് ഇട്ട് അത് കളിയാക്കുന്ന കണക്ക് തന്നെയാണ്. അതോടെ തന്നെ ഉണ്ടെങ്കിൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നെങ്കിൽ പിന്നെ അത് ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അത്രയും ഉറപ്പാണ്, തൻ്റെ അഭിപ്രായമാണ് പറഞ്ഞെങ്കിൽ എന്ത് പ്രശ്നം വന്നാലും അത് നേരിടാൻ തയ്യാറായിരിക്കണം. അതല്ലാതെ അതും ഡിലീറ്റ് ചെയ്തിട്ട് വേറൊരു വീഡിയോ അല്ലെങ്കിൽ പോസ്റ്റ് ഇടേണ്ട കാര്യമില്ലായിരുന്നു. അതിൽ തന്നെ മനസ്സിലാക്കുക രണ്ട് സ്റ്റാൻഡിലാണ് നിൽക്കുന്നതെന്നുള്ള കാര്യം. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തോന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക.